ദൈവത്തിന് സ്തോത്രം. ബഹുമാനപ്പെട്ട ഫെബ ആന്റി, അതുപോലെ തന്നെ വർഷിപ്പ് ലീഡ് ചെയ്ത സിസ്റ്റേഴ്സ് ജിറ്റി, എബനേസർ ചർച്ച് സിംഗപ്പൂരിലെ ദൈവമക്കള്, അതുപോലെ തന്നെ ഈ സൂമിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ആന്റി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ തമ്മില് നേരിട്ടുള്ള പരിചയങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ തന്നെയും ആമേൻ യേശുക്രിസ്തുവിന്റെ തങ്കച്ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ എന്നുള്ള നിലയില് ഹാലേലൂയ, ക്രിസ്തുവിൽ നമ്മൾ എല്ലാവരും ഒന്നാണ്. ഹാലേലൂയ. അതുപോലെ തന്നെ ഞാൻ ഈ സൂമിന്റെ ലിങ്ക് എൻ്റെ സ്നേഹിതർക്കും ചർച്ച് മെമ്പേഴ്സിനും ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആന്റി പറഞ്ഞതുപോലെ ഞാൻ ആന്റിയെ പരിചയപ്പെടുവാനിടയായത് എൻ്റെ സിസ്റ്ററിലോ ആശ മുഖാന്തരമാണ്. ആശയും ഓൺലൈനിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അല്ലാതെ കയറിയിട്ടുള്ള സ്നേഹിതര്, ചർച്ച് മെമ്പേഴ്സ്, അങ്ങനെ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തില് ഞാൻ സ്നേഹവന്ദനം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഇപ്രകാരം ഒരു അവസരം ഒരുക്കി തന്ന ഫേബെ ആന്റിയോടും എബനേസർ ചർച്ച് സിംഗപ്പൂരിനോടും ഞാൻ വളരെയധികം നന്ദിയുള്ളവളാണ്. ആന്റി പറഞ്ഞതുപോലെ തന്നെ രാവിലെ 9 മണി എന്ന് പറയുമ്പോഴേ 2 കുഞ്ഞുങ്ങളും സ്കൂളിൽ പോകുവാനായിട്ട് തയ്യാറാകുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് ഞാൻ കയറുവാനും ഇടയ്ക്കിടയ്ക്ക് മാറുവാനും ഒക്കെ ഇടയായി തീർന്നത്. എങ്കിലും ക്രിസ്തുവില് ആമേൻ ദൈവവചനം ദൈവത്തിൽ നിന്ന് പങ്കുവയ്ക്കുവാനായിട്ട് യേശു കർത്താവിലെ ഞാൻ ശരണപ്പെടുകയാണ്. ഞങ്ങള് കുടുംബമായിട്ട് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. കൊല്ലത്ത് ഞങ്ങള് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ, 2 പെൺകുഞ്ഞുങ്ങളെ കർത്താവ് ദാനമായിട്ട് തന്നിട്ടുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ചിന്തകളുണ്ട്. ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് പ്രചോദനമായി തീരുന്നത്. ഇന്ന് നമ്മൾ പത്രങ്ങള് മാധ്യമങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ വളരെയധികം കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചിരിക്കുന്നതായ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ കുറ്റകൃത്യങ്ങളൊക്കെയും ഇങ്ങനെ വർദ്ധിക്കുന്നത്, അല്ലെ എന്താണ് ഇതിന്റെയൊക്കെ പിന്നിലെ കാരണമെന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മുടെ ചിന്തകളാണ് ഇതിനെല്ലാം കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ ചിന്തകൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട് ചിന്തകൾ. ചിന്തകളില്ലാത്തതായ ഒരു മനുഷ്യരുമില്ല. ഈ ചിന്തകൾ നമ്മുടെ കൈവിട്ട് പോകുമ്പോഴാണ് പിശാച് അവിടെ ആധിപത്യം സ്ഥാപിക്കുന്നതും ആമേൻ നമ്മളെ നിരാശയിലേക്ക് കടത്തിവിടുന്നതും. നമ്മുടെ മനസ്സിൽ അരുതാത്ത കാര്യങ്ങളില്ല, അത് നടക്കുകയില്ല, എനിക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയുകയില്ല, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ആമേൻ നമ്മുടെ മനസ്സിൽ കടന്നു വന്ന് പിശാച് അവിടെ മുതലെടുക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ ചിന്ത എന്ന് പറയുന്നത് പണ്ഡിതന്റെയും പാമരന്റെയും കുബേരന്റെയും കുചേലിന്റെയും അതുപോലെ തന്നെ തലമുറകൾ ഉള്ളവർക്കും തലമുറകളില്ലാത്തവർക്കും വിവാഹം കഴിഞ്ഞവർക്കും വിവാഹം കഴിയാത്തവർക്കും എല്ലാവരുടെയും മനസ്സിൽ ഈ ചിന്തകളുണ്ട്. തലമുറകളുടെ ജീവിതം എങ്ങനെ ആയിത്തീരുമെന്ന് ഓർത്ത് ചിന്തിച്ചു ഭാരപ്പെടുന്നു. തലമുറകളില്ലാത്തവരെ കർത്താവേ എനിക്ക് തലമുറകളില്ലല്ലോ, എന്തായിത്തീരും, എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ള ചിന്തകളാലാമേ വളരെയധികം ഭാരപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ ചിന്തകളെ കുറിച്ച് നമ്മൾ പഠിക്കുവാണെങ്കിൽ 2 രീതിയിലുള്ള ചിന്തകളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതായത് ഒപ്റ്റിമിസ്റ്റിക് തോട്ട്സ് ആൻഡ് പെസിമിസ്റ്റിക് തോട്ട്സ് എന്ന് പറയും. പോസിറ്റീവ് തോട്ട്സ് ആൻഡ് നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയും. ഒരു സാധകാത്മകമായും നിഷേധാത്മകമായും ചിന്തിക്കുന്ന 2 രീതിയിലുള്ള വ്യക്തികൾ. സാധകാത്മകമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാല് എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് കാണും, അത് നടക്കും, അതങ്ങനെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം അവരുടെ മനസ്സിലുണ്ടാവും. അതേസമയം നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും നെഗറ്റീവ് കാണുവാനായിട്ട് അവർ ശ്രമിക്കും. ഇത് നടക്കത്തില്ല, ഇത് മുമ്പോട്ട് പോകത്തില്ല, ഇത് അങ്ങനെയായി തീരും, ഇങ്ങനെയായി തീരും എന്നുള്ള മനസ്സിനെ നിരാശയുടെ കേന്ദ്രങ്ങളിലേക്ക്, നിരാശയുടെ ആഴങ്ങളിലേക്ക്, ഒരു നിഷേധാത്മകമായിട്ട് ഒരു നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തി കടന്നു പോകുവാനായിട്ട് ഇടയായി തീരുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മളൊരു കുടുംബം എടുത്തു കഴിഞ്ഞാൽ തന്നെയും, സ്നേഹിതരെടുത്തു കഴിഞ്ഞാൽ തന്നെയും, എവിടെയാണെങ്കിലും നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവരെയും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവരെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇപ്രകാരമാണ് പറയുന്നത്, an optimistic person finds possibility in the midst of all the impossibilities, and a pessimistic person finds impossibilities in the midst of all the possibilities. അതായത് സാധകാത്മകമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തി എല്ലാ സാധ്യതകളിലും ഒരു സാധ്യതയെ കണ്ടെത്തും. അതായത് നിഷേധാത്മകമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തി എല്ലാ സാധ്യതകളിലും ഒരു അസാധ്യതയെ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കും. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം മുമ്പോട്ട് പോകുന്ന ജീവിത സാഹചര്യങ്ങള്, പ്രശ്നങ്ങള്, പ്രതികൂലങ്ങള്, പ്രതിസന്ധികള്, അടിക്കടിയുള്ള പ്രതിബന്ധങ്ങൾ ഒന്നൊന്നായിട്ട് ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ
നിഷേധാത്മകമായിട്ടുള്ള ചിന്തകൾ ആമേൻ കടന്നു വരുവാനിടയായി തീരും. എത്ര സ്ട്രോങ് ആയിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാലും ഈ നിഷേധാത്മകമായിട്ടുള്ള ചിന്ത അല്ലെങ്കിൽ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയും ആമേൻ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകുവാനിടയായി തീരുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ ആമേൻ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വരുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്നുകിൽ നമ്മൾ ദൈവത്തോട് അടുത്തു ചേരും, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകും. പലപ്പോഴും ദൈവമക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒന്നിനു പിറകെ ഒന്നൊന്നായി പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ആമേൻ നമ്മളൊക്കെയും ദൈവസ്നേഹത്തെക്കുറിച്ചും വാഗ്ദത്തങ്ങളെക്കുറിച്ചും വാഗ്ദത്ത നാടിനെ കുറിച്ചും നിത്യതയെ കുറിച്ചും ഒക്കെ നമ്മൾ വാചാലരാകുന്നവരാണെങ്കിൽ, നമ്മൾ പ്രസംഗിക്കുന്നവരാണെങ്കിൽ തന്നെയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നവരായിട്ട്, അല്ലെങ്കിൽ ദൈവം തന്നിട്ടുള്ള വാഗ്ദത്തങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നവരാണ് പലപ്പോഴും. ആമേൻ ഇതിൽ നിന്ന് ഞാൻ ഇന്ന് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മളുടെ ഓരോരുത്തരുടെയും ചിന്തകളെ ആമേൻ മാറ്റിമറിക്കുവാനായിട്ട് സർവശക്തനായ ദൈവത്തിന് കഴിയും. തിരുവചനം നാം പഠിച്ചു കഴിഞ്ഞാൽ ആമേൻ ഒരു 4 വ്യക്തി ജീവിതങ്ങളെ കുറിച്ച് സംസാരിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവരുടെ 4 പേരുടെയും ജീവിതത്തിലെ ചിന്തകളെ കർത്താവ് എപ്രകാരമാണ് മാറ്റിമറിച്ചത്. ഇവർ 4 പേരും യേശു കർത്താവിന് വേണ്ടി വളരെയധികം പ്രയോജനപ്പെട്ടവരായിരുന്നു. വളരെ നല്ല രീതിയിൽ ദൈവത്തിനെ ആശ്രയിച്ച് ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നവരായിരുന്നു. എന്നാൽ ജീവിതത്തിൽ ആമേൻ കടന്നു വന്നതായ ചില പ്രതിസന്ധികളുടെ മധ്യത്തില്, ചില പ്രതികൂലങ്ങളുടെ മധ്യത്തില് അവരുടെ ചിന്തകളില്ല, ഞാൻ നശിച്ചു പോകും, എനിക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയുകയില്ല എന്നുള്ള ചില ചിന്തകൾ കടന്നു വരുന്നതും, എന്നാൽ സർവശക്തനായ ദൈവം അവരെ കണ്ടിട്ടുള്ളതിനാല്, ദൈവത്തിന് അവരെ കുറിച്ചൊരു പ്ലാൻ ഉണ്ടായിരുന്നതിനാൽ എപ്രകാരമാണ് അവരുടെ ചിന്തകളെ മാറ്റിമറിച്ചതെന്ന് നമുക്ക് കാണുവാനായിട്ടാണ് ഞാൻ ഇന്ന് ക്രിസ്തുവിൽ ശരണപ്പെടുന്നത്. ആമേൻ ഇപ്രകാരം ഇംഗ്ലീഷിൽ പറയുവാൻ കഴിയും നമുക്ക്, ഗോഡ്സ് പ്രീ പ്ലാൻ ക്യാൻ നെവർ ബി റീപ്ലാൻഡ്. അതായത് കർത്താവെല്ലാം പ്രീ പ്ലാൻ ചെയ്തിരിക്കുകയാണ് നമ്മളെ കുറിച്ച്. ഇന്ന ഘട്ടങ്ങളായി നമ്മുടെ ജനനം മുതൽ ആമേൻ മരണം വരെയുള്ള ഓരോ ഘട്ടങ്ങളിലും എന്തെല്ലാം നടക്കണമെന്ന് കർത്താവ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതിന് വിരോധമായി അല്ലെങ്കിൽ അതിന് വിരുദ്ധമായി നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. ഈ ഒരു വിശ്വാസം നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് വേണം. ആദ്യമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഏലിയാവിന്റെ ജീവിതമാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം ഞാൻ തന്നെ വായിക്കാം. താനും മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിലിരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. ഈ ഏലിയാവിനെ കുറിച്ച് ആമയെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും, ദൈവത്തിന് വേണ്ടി വളരെയധികം പ്രയോജനപ്പെട്ടതായ ഒരു വ്യക്തി, കർത്താവിന്റെ അഭിഷിക്തനായ ഒരു വ്യക്തി. ഹല്ലേലൂയ. യേശുവിന് വേണ്ടി വളരെയധികം പ്രയോജനപ്പെട്ട വ്യക്തി. എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആമേൻ ഏലിയാവ് ഇപ്രകാരം ചിന്തിക്കുകയാണ്, ഇപ്പോൾ മതി കർത്താവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ. എന്തുകൊണ്ടാണ് ഏലിയാവ് ഇപ്രകാരം ചിന്തിക്കുവാനിടയായി തീർന്നത്? നമ്മൾ ഇതിന്റെ കോണ്ടെക്സ്റ്റ് പഠിക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇസബേലിന്റെ വാക്കുകളുടെ മുമ്പിൽ, ഇസബേൽ എന്ന് പറയുന്നതായ ഒരു സ്ത്രീയുടെ വാക്കിന്റെ മുമ്പിൽ ആമേൻ ഏലിയാവ് ഒരല്പം പതറിപ്പോയി. ഹല്ലേലൂയ. ഏലിയാവിന് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, ഏലിയാവ് ദൈവത്തിൽ ആശ്രയിക്കാഞ്ഞിട്ടല്ല, ഏലിയാവിന്റെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാഞ്ഞിട്ടല്ല, ഏലിയാവിനെ കർത്താവ് നടത്താഞ്ഞിട്ടല്ല. എന്നാൽ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആമേൻ ഇസബേലിന്റെ ഒരു വാക്കിന് മുമ്പിൽ ഏലിയാവ് ഒരല്പം പതറിപ്പോവുകയാണ്. മതി കർത്താവ്, ഒരു മരുഭൂമിയില് ഒരു ദിവസത്തെ വഴി ചെന്നൊരു ചൂരച്ചെടിയുടെ തണലിരുന്നിട്ട് മരിക്കാനായിട്ട് ഇച്ഛിക്കുകയാണ്. മതി കർത്താവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് കർത്താവിനോട് യാചിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ് ഇപ്രകാരം സംഭവിച്ചത്? നമ്മൾ അതിന്റെ തൊട്ടുപിറകത്തെ ചാപ്റ്റർ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കർത്താവ് ആരാണെന്ന് പ്രൂവ് ചെയ്തതിനാല്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തി എന്താണെന്ന് നമുക്ക് ഇപ്പുറത്തെ ചാപ്റ്ററിൽ ഇടിഞ്ഞുവിടുന്ന യാഗപീഠം നന്നാക്കി കർത്താവിന്റെ തീ എവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ, ആമേൻ ബാലിന്റെ പ്രവാചകന്മാരെ മുഴുവൻ നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ, ആമേൻ ഏലിയാവിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കി ഇസബേൽ ഏലിയാവിന് വിരോധമായി പറയുകയാണ്. ഏലിയാവ് ചെയ്തതൊക്കെയും സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഇസബേലിനോട് പറഞ്ഞു. ഇസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ച്, നാളെ ഈ നേരത്തെ ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തുള്ള ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു. ഇതിന്റെ 19-ന്റെ 1-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, ഏലിയാവ് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാനിട്ടല്ല, ആമേൻ ദൈവത്തിന്റെ അഭിഷേകം ഏലിയാവിന്റെ പേരിൽ ഇല്ലാഞ്ഞിട്ടല്ല. എന്നാൽ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇസബേലിന്റെ വാക്കിന്റെ മുമ്പിൽ ഒരൽപ്പം താൻ പതറിപ്പോവുകയാണ്. ഈ ഒരു സാഹചര്യം ആമേൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കടന്നു വരാം. നമ്മുടെ ജീവിതത്തിൽ ഇത് കടന്നു വരത്തില്ലെന്നല്ല, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആമേൻ ജീവിതത്തിൻ്റെതായ ചില പ്രാരാബ്ധങ്ങളുടെ മുമ്പിൽ ആമേൻ നമ്മൾ മുമ്പോട്ട് കടന്നു പോകുമ്പോൾ നമ്മളും ജീവിതത്തിൽ ചിലപ്പോഴൊക്കെയോ എപ്പോഴൊക്കെയോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, മതി
കർത്താവേ. ആമേൻ. ഐ കാൻ ഗോ ഹെഡ്. എനിക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയുകയില്ല കർത്താവേ. എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്നുള്ള ചില തീരുമാനങ്ങൾ ആമേ എനിക്ക് അറിഞ്ഞുകൂടാ. ആരുടെയൊക്കെ ജീവിതത്തിൽ ആമേൻ ആരൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഏലിയാവിനെ മുമ്പോട്ട് നയിച്ച ദൈവം അതിന്റെ തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്താണ് അവിടെ സംഭവിച്ചതെന്ന്? ദൈവത്തിന്റെ ദൂതനടുത്ത് വന്നിട്ട് കിടന്നുറങ്ങുന്ന ഏലിയാവിനെ തട്ടി എണീപ്പിക്കുകയാണ്. ആമേൻ. ഏലിയാവിന് തിന്നുവാനും കുടിക്കുവാനും കൊടുത്തിട്ട്, ഏലിയാവെ നീ മുമ്പോട്ട് പോകുക. ഹാലേലൂയ. നീ എന്തിനാണ് ഇവിടെ? നീ മുമ്പോട്ട് പോകുക എന്ന് ഏലിയാവിനോട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ ആമേൻ നമ്മള് മതി കർത്താവേ, ഇല്ല, തീർന്നു, ഇതൊരു ഫിനിഷിംഗ് പോയിന്റ് ആണ്, മുമ്പോട്ട് പോകുവാൻ കഴിയുകയില്ല എന്ന് ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾ തീരുമാനിച്ചു കഴിയുമ്പോൾ ഈ കർത്താവിന്റെ മൃദുസ്വരം ആമേൻ നമ്മൾ ഇഷ്ടമൊക്കെ കേട്ടിട്ടുണ്ടാവും. ഹാലേലൂയ. ചില പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു ആരെങ്കിലും ഒക്കെ കർത്താവിന്റെ മൃദുസ്വരം കേട്ടിട്ടുണ്ടാവും. ഇല്ല, കഴിഞ്ഞില്ല മകളെ, എഴുന്നേൽക്ക, മുമ്പോട്ട് പോകുക എന്നുള്ള ശബ്ദം. ഹാലേലൂയ. ഹാലേലൂയ. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രതിസന്ധികൾ ആമേൻ ജീവിതത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മുമ്പോട്ട് പോകുവാൻ കഴിയാത്ത വിഷയങ്ങളുടെ മേലെ ഹാലേലൂയ ഭാരപ്പെടുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ ഇന്നോവേഷൻ അവിടെ നടന്നിട്ട്, ഇല്ല മകളെ, എഴുന്നേൽക്കാം, മുമ്പോട്ട് പോകുക എന്ന് പറയുന്ന ആ ശബ്ദം ആമേൻ നമ്മളിൽ പലരും ആ ശബ്ദത്തിന് നമ്മൾ ചെവി കൊടുക്കുകയാണെങ്കിൽ ഹാലേലൂയ നമുക്കത് കേൾക്കുവാനായിട്ട് കഴിയും. അവിടെ നമുക്ക് കാണുവാൻ കഴിയും, ഏലിയാവ് തിന്നു കുടിച്ചിട്ട് അതിന്റെ ബലം കൊണ്ട് ഏലിയാവ് വീണ്ടും 40 ദിവസം നടന്ന് ഹോരേബ് പർവ്വതത്തിന്റെ അവിടെ വരെ എത്തിച്ചേരുകയാണ്. ഹാലേലൂയ. ആമേൻ. ഈ ഹോരേബ് പർവ്വതത്തില് ഏലിയാവ് എന്ത് ചെയ്തു? അവിടെ വീണ്ടും കിടന്ന് അവിടെ ഒരു ഗുഹയിൽ കയറി പാർക്കുകയാണ് ഏലിയാവ് ചെയ്തത്. ഹാലേലൂയ. ആമേൻ. ദൈവത്തിന്റെ ആ മൃദുസ്വരം അല്ലെങ്കിൽ ഒരു ശബ്ദം കേട്ടിട്ടും ഹാലേലൂയ ഏലിയാവ് വീണ്ടും തന്റെ ജീവിതത്തിൽ ആമേൻ വീണ്ടും ഒളിച്ചോടുവാനായിട്ട് അല്ലെങ്കിൽ കർത്താവിന്റെ സന്നിധി വിട്ട് ഓടിപ്പോകുവാനായിട്ട് ഏലിയാവ് മാനുഷികമായ രീതിയിൽ ചിന്തിക്കുകയാണ്. ഇല്ല, കഴിഞ്ഞു, ഐ കാൻ ഗോ ഹെഡ്, എനിക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയുകയില്ല എന്നുള്ള ഏലിയാവിന്റെ ആ ചിന്തയാല ഏലിയാവ് മനസ്സിലൊരല്പം പതറി ആമേൻ ഗുഹയിൽ കയറി രാപാക്കുകയാണ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആമേൻ. ഈ സമയം ഞാൻ ഓർക്കുകയാണ്, എന്റെ ജീവിതത്തിൽ എന്റെ പ്രീ ഡിഗ്രി പഠനം കഴിഞ്ഞ് ഞാൻ തിരുവല്ല മെഡിക്കൽ മിഷൻ നഴ്സിംഗിന് ജോയിൻ ചെയ്തപ്പോൾ ഹാലേലൂയ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാനൊരു കർത്താവിന്റെ വേലക്കാരിയായി തീരുമെന്ന്. ഹാലേലൂയ. ഇന്നും ആ സംഭവങ്ങളൊക്കെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ ദൈവമേ, ഇതൊരു യാഥാർത്ഥ്യമായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നാൽ കർത്താവ് അനേക ശോധനകളിലൂടെ എന്നെ കടത്തിവിട്ടി ജീവിതത്തിൽ ആമേൻ ഒന്നിനു പിറകെ ഒന്നായുള്ള ശോധനകൾ ആമേൻ ഹാലേലൂയ ജീവിതത്തിൽ കടന്നു വന്ന് വളരെ വലിയൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ കർത്താവെ പഠനമൊക്കെയും നഷ്ടപ്പെട്ട് ഞാൻ പലപ്പോഴും പല ദൈവശബ്ദം കേട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങണം, ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങണം, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം കർത്താവിന്റെ വേലക്കാരിയാകുക എന്നുള്ളതാണ് എന്നൊക്കെ ഇങ്ങനെ പല ദൈവശബ്ദം കേട്ടിട്ടും പലപ്പോഴും പഠനം വിട്ടുകളവാൻ മനസ്സില്ലാതെ ആമേൻ കുടുംബത്തിന്റെ സാഹചര്യം അല്ലെങ്കിൽ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും മുമ്പോട്ട് പോകണമെന്നുള്ള ആ ഒരു തീരുമാനത്തിൽ ഹാലേലൂയ ആ ഒരു പഠനം എനിക്ക് വിട്ടുകളയാൻ മനസ്സില്ലാതെ ഈ ഏലിയാവിനെ പോലെ പല പല മേഖലകളിൽ ഞാൻ ഓടി ഒളിച്ചു. ഹാലേലൂയ എങ്ങനെയെങ്കിലും ആ പഠനം കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഹാലേലൂയ ഞാൻ വിശ്വസിച്ച അതിനുവേണ്ടി ഞാൻ എന്നെ കഴിയുന്ന എഫേർട്ടിട്ട് മുന്നോട്ട് പോയതായ നിമിഷങ്ങൾ. ഹാലേലൂയ. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞാൻ എന്റെ മാതാവിന്റെ വയറ്റിൽ ഉരുവാകുന്നതിന് മുമ്പ് എന്നെ കണ്ട പരിശുദ്ധാത്മാവ് ഹാലേലൂയ അവിടെ ഒന്നും എന്നെ വിട്ടിട്ട് ഏലിയാവിനെ പോലെ എന്നെ പിടിച്ച് മകളെ നീ പുറത്തു വരിക എന്നുള്ള ഒരു ശബ്ദം കൽപ്പിച്ചുകൊണ്ട് ഹാലേലൂയ ഞാൻ കടന്നുപോയ വേദനകൾ ആമേൻ ഗോഡ് വാസ് പ്രിപ്പയറിംഗ് മീ. എന്നെ അതിലെല്ലാം കർത്താവിനെ പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. ആ ഒരു പ്രിപ്പറേഷൻ കാലം എന്ന് പറയുന്നത് വളരെ വേദനയുടെ വളരെ പ്രയാസത്തിന്റെ ഒരു കാലഘട്ടമായിരുന്നു. ഒരു കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ കർത്താവ് രൂപമാറ്റം വരുത്തി ഹാലേലൂയ ഞാൻ എത്ര പിടിച്ചു നിന്നിട്ടും ഹാലേലൂയ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം എന്റെ മുന്നിൽ കൊണ്ടുവന്നു. ഹാലേലൂയ ആമേൻ. കർത്താവിനെ തിരുവല്ല മെഡിക്കൽ മിഷൻ നിന്ന് പുറത്തിറക്കി. ഹാലേലൂയ കർത്താവിന്റെ വചനം പഠിക്കുവാനായിട്ട് എന്നെ വിളിച്ചു വേർതിരിച്ചു. ഇന്നും ആ സംഭവങ്ങൾ ഒന്നിനെ പറയാൻ ഒക്കെ ആണെങ്കിൽ ഒരു പക്ഷെ എന്റെ കൂടെ നഴ്സിംഗിനെ പിടിച്ച് ആരെങ്കിലും ഒക്കെ ആമേൻ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവും. ഹാലേലൂയ അവരൊക്കെ ജീവിതത്തിലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളായിരിക്കുമ്പോൾ കർത്താപ്പച്ചൻ തന്റെ വേലയ്ക്ക് വേണ്ടി ആമേൻ എന്നെ വിളിച്ചു വേർതിരിച്ചു. ഹാലേലൂയ അവിടെ ഞാൻ ഒരു വാർഡില് എന്റെ ഡ്യൂട്ടിയുടെ ഭാഗമായി ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്റെ പഠനത്തിന്റെ ഭാഗമായി ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ദൈവദാസൻ ഇപ്രകാരം എന്നോട് പറഞ്ഞു, മകളെ സിസ്റ്ററെ കർത്താവ് തന്റെ വേലയ്ക്ക് വേണ്ടി നിന്നെ കണ്ടിരിക്കുകയാണ്. ഹാലേലൂയ അതെന്റെ മനസ്സിൽ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു വാട്ട് ടു ഡു, വേർ ടു ഗോ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്. കാരണം ഒരു ഡിഗ്രി കഴിഞ്ഞതായ ഒരു സമയം കർത്താവ് ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകും, എന്താണ് സ്റ്റെപ്പ്, ഞാൻ എവിടെയാണ് പഠിക്കാൻ പോകുന്നത്, അടുത്ത തീരുമാനം എന്ത്, ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. കർത്താവ് ആമേൻ ഒരു നല്ല തന്നിപ്പ് ഒരു ശബ്ദം കൽപ്പിച്ചുകൊണ്ട് ഹാലേലൂയ ആ ഒരു സമയം മുതൽ പ്രതിസന്ധി ഘട്ടങ്ങൾ പ്രിപ്പറേഷൻ ടൈം വാസ് വെരി ഹാർഡ്. ആ ഒരു പ്രിപ്പറേഷൻ ടൈം എന്ന് പറയുന്നത് വളരെ കഠിനമുള്ളതായ ഒരു സമയമായിരുന്നു. എങ്കിലും ആ കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ എനിക്കൊരു മുകളിൽ
യേശുപ്പച്ചനെ മുന്നോട്ട് കൊണ്ടുവന്ന് ആമേൻ തന്റെ വേലയിൽ എന്നെ ഇന്നും കർത്താവിന് വേണ്ടി ആമേൻ ഉപയോഗിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. അവിടെ നിന്ന് വീണ്ടും ഏലിയാവിനെ കൊണ്ടുവന്ന് ഏലിയാവ് അവിടെ കയറി അമർത്തിയപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, ഏലിയാവേ ഇവിടെ നിനക്ക് എന്താണ് കാര്യം? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇതുപോലെയാണ്. പല ജീവിതത്തിന്റെ മേടുകളില് ആമേൻ ക്രിസ്തുവിന്റെ ആമേൻ എത്ര വാഗ്ദത്തങ്ങള്, പിതാവിന്റെ എത്ര വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അടിപതറി പോകും. ഇല്ല, നമുക്ക് മുമ്പോട്ട് നിൽക്കുവാനായിട്ട് കഴിയുകയില്ല. അല്ലെങ്കിൽ ആമേൻ ദൈവം തന്നുള്ള വാഗ്ദത്തങ്ങളുടെ മുമ്പിൽ കർത്താവിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ഇതിലേ പോകണമെന്നുള്ള അനേക ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ചില പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഇല്ല, ഇതായിരിക്കില്ല എന്റെ പ്ലാൻ എന്ന് പറഞ്ഞ മാനുഷിക ബുദ്ധിപ്രകാരം നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അതിന്റെ നിവൃത്തീകരണത്തിന് വേണ്ടി നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുകയും ശ്രമിക്കുകയും ചെയ്യും. എന്നാൽ എന്റെ ജീവിതത്തിലെ അനുഭവത്തിൽ എനിക്ക് പറയുവാനുള്ളത്, കർത്താവ് നമുക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ ആമേൻ അവൻ നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഏലിയാവിനെ പോലെ ഏതെല്ലാം ഗുഹയില് ആമേൻ ഏതെല്ലാം ചുവരച്ചെടിയുടെ മറവിൽ പോയി നമ്മൾ ഒളിച്ചെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ, എത്ര നാൾ നമ്മൾ ഒളിച്ചെന്ന് പറഞ്ഞാലും കർത്താവിന്റെ സമയമാകുമ്പോൾ അവൻ നമ്മളെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. എന്നിലൂടെ ദൈവവചനം കേൾക്കുന്ന ദൈവമക്കള്, നിങ്ങളുടെ ജീവിതത്തിൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഹല്ലേലൂയ ഏതെങ്കിലും പ്രതിസന്ധിയുടെ മധ്യത്തിൽ, ഏതെങ്കിലും പ്രശ്നത്തിന്റെ മധ്യത്തിൽ ഹല്ലേലൂയ നാളുകളായി പ്രാർത്ഥിച്ചിട്ടും ആമേൻ മറുപടി കിട്ടാത്ത ചില വിഷയങ്ങളുടെ മുമ്പിൽ ഹല്ലേലൂയ ഇല്ല, എനിക്കിനി മുമ്പോട്ട് പോകുവാൻ കഴിയുകയില്ല, ഇതിനൊരു മറുപടി ഇല്ല എന്ന് പറഞ്ഞ് ഓടി ഒളിച്ച് യേശുവിന്റെ സന്നിധി വിട്ട് തന്നെത്താനെ ഒളിപ്പിക്കുന്നതായ ഒരു ശ്രമം മനുഷ്യ ബുദ്ധിയിൽ നമ്മൾ നടത്താറുണ്ട്. അങ്ങനെ ആരുടെയെങ്കിലും ജീവിതം നടക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ എനിക്ക് പറയുവാനുള്ളത്, കർത്താവിന്റെ ആ ഇമ്പമേറിയ ശബ്ദത്തിന് മുമ്പിൽ നമ്മളെ തന്നെ താഴ്ത്തി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ നമ്മളെ പണിതെടുത്ത് ഒരു തിളങ്ങുന്ന മുട്ടായി ഹല്ലേലൂയ കുശവൻ തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളിമണ്ണെടുത്ത് കുഴച്ച് അവന് ഇഷ്ടമുള്ള രീതിയിൽ ഒരു പാത്രത്തെ രൂപകൽപ്പന വരുത്തുന്നത് പോലെ ഹല്ലേലൂയ നമ്മളെ രൂപകൽപ്പന വരുത്തി നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പുറത്തു കൊണ്ടുവരുവാനായിട്ട് കഴിയുമെന്നാണ് എനിക്ക് ഈ വേദവചനത്തിലൂടെ ഏലിയാവിന്റെ ജീവിതത്തിലൂടെ ആമേൻ നിങ്ങളോട് സംസാരിക്കുവാനുള്ളതായ വിഷയം. ഹല്ലേലൂയ ഹല്ലേലൂയ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഏലിയാവിനെ ഒരിക്കലും കൈവിട്ടില്ല. ഹല്ലേലൂയ ഏലിയാവിനെ പുറത്തു കൊണ്ടുവന്നു. ആമേൻ ഗുഹയിൽ നിന്ന് ഏലിയാവിനെ പുറത്തു കൊണ്ടുവന്നു. ഏലിയാവിന് തിന്നുവാനും കുടിക്കുവാനും ഒക്കെയും കൊടുത്ത് അവന്റെ ജീവിതയാത്രയിൽ കരം പിടിച്ച് നടത്തി. ഹല്ലേലൂയ ദൈവസന്നിധി വിട്ട് ഓടി ഒളിക്കുവാൻ ചെന്നിടത്തൊക്കെ ഹല്ലേലൂയ ദൈവത്തിന്റെ കരം അവനെ തേടി ചെന്നു. അതാണ് എന്നെ ചിന്തിപ്പിച്ചതായ വിഷയം. നമ്മുടെ മേൽ ഒരു വിളിയുണ്ടെങ്കിൽ, നമ്മുടെ മേൽ ദൈവത്തിന്റെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ നമ്മളെ എവിടെ പോയി ഓടി ഒളിക്കുവാൻ ശ്രമിച്ചാലും, എത്ര ദൈവസന്നിധി വിട്ട് നമ്മൾ ഓടി ഒളിക്കുവാൻ ശ്രമിച്ചാലും ഹല്ലേലൂയ കർത്താവ് നമ്മളെ വിടുകയില്ല. അവന്റെ സ്നേഹമുള്ള കരം നമ്മളെ തേടി നമ്മൾ ഓടി ഒളിക്കുന്നിടത്ത് വന്ന് ഹല്ലേലൂയ നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടിയുമായിട്ട് കർത്താവിന്റെ കരം ഇറങ്ങി വരുമെന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. ഹല്ലേലൂയ ഹല്ലേലൂയ ഏലിയാവിനെ ദൈവത്തിനൊരു പക്ഷേ ഏലിയാവിനെ കാണാതെ വിടാമായിരുന്നു, അല്ലെങ്കിൽ ഏലിയാവിനെ ഒരു മാനുഷിക ബുദ്ധിപ്രകാരം മതി കർത്താവ് എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്നൊക്കെയും പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമെന്നാണ് ഏലിയാവ് ചിന്തിച്ചത്. എന്നാൽ അതല്ലായിരുന്നു കർത്താവിന്റെ പദ്ധതി എന്ന് പറയുന്നത്. കാരണം ഏലിയാവിനെ കർത്താവ് സ്നേഹിച്ചു. ഏലിയാവിനെ കുറിച്ച് ദൈവത്തിന് ഒരു വളരെ പദ്ധതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്രകാരം പറയുന്നത്, നമ്മുടെ ദൈവം വിളിച്ചിട്ട് വഴിയിലിട്ടേച്ചു പോകുന്ന ദൈവമല്ല. ആമേൻ അവൻ വിളിച്ചിറക്കിയിട്ട് ഹല്ലേലൂയ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ ഘട്ടത്തില് ഇല്ല എനിക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയുകയില്ല എന്ന് ചിന്തിച്ചു കൂട്ടുന്ന സാഹചര്യങ്ങളുടെ മധ്യത്തില് ഹല്ലേലൂയ അവൻ വഴിയിലിട്ടേച്ചു പോകുന്ന ഒരു ദൈവമല്ല. നമ്മുടെ സ്നേഹിതര് മാറിപ്പോകും, ബന്ധുമിത്രാദികൾ മാറിപ്പോകും, ഹല്ലേലൂയ ഉറ്റവര് മാറിപ്പോകും. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ ഘട്ടത്തില് മറ്റുള്ളവരുടെ സ്നേഹം കുറയും. ഹല്ലേലൂയ നമ്മൾ രോഗികളായി തീരുമ്പോൾ, നമ്മൾ ഭാരപ്പെടുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ളതൊക്കെ നഷ്ടപ്പെടുമ്പോൾ, നമ്മുടെ കൈകൾ കാലിയാകുമ്പോൾ ഹല്ലേലൂയ when we are empty handed നമുക്ക് ഒന്നുമില്ലാത്ത അവസരങ്ങളൊക്കെ നമ്മുടെ ജീവിതം കർത്താവേ ആമേൻ ഘട്ടങ്ങളിലേക്ക് നീങ്ങുമ്പോൾ എല്ലാ സ്നേഹബന്ധങ്ങളും ലോകബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും മാറി നിൽക്കും. എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹം ഹല്ലേലൂയ ഒരിക്കലും മാറുകയില്ല. നമ്മൾ ഒളിക്കുന്ന ഇടങ്ങളിലൊക്കെ തേടി വന്ന് നമ്മളെ കരം പിടിച്ച് നടത്തി ഹല്ലേലൂയ മകനെ മകളെ ഇതാകുന്ന വഴി ഇതിലെ നടന്നുകൊള്ളു എന്നുള്ള വേറെ ശബ്ദം കൽപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ കർത്താവ് നമ്മളെ നടത്തുവാനായിട്ട് ശക്തനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ ഏലിയാവിന്റെ ജീവിതത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏലിയാവിനെ കൊണ്ട് തുടർന്ന് എലീശായെ അഭിഷേകം ചെയ്യുവാനായിട്ട് കർത്താവ് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതായിരുന്നു കർത്താവിന്റെ പ്ലാൻ എന്ന് പറയുന്നത്. എലിയാവിലൂടെ എലീശയെ തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നേടിയെടുക്കുവാനായിട്ട്, ശുശ്രൂഷയ്ക്കായി അഭിഷേകം ചെയ്യുവാനായിട്ട് ആമേൻ ഏലിയാവിനെ കർത്താവ് ഒരുക്കിയെടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധിയുടെ ഘട്ടത്തില് ദൈവമക്കളെ തകർന്നു പോകില്ല, തളർന്നു പോകില്ല. അതൊരു വിഷയരോഗമായിരിക്കാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കാം,
മാറിയിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ ഘട്ടത്തില് ആമേൻ ഹോസ്പിറ്റലുകൾ മാറി മാറി കയറിയ ഒരു വ്യക്തിയാണ് ഞാൻ. ഹല്ലേലൂയ. ഞാനെല്ലാം മാറ്റിവെച്ച എന്റെ യേശുവിന് വേണ്ടി ഞാൻ അവതരിച്ചപ്പോൾ എന്റെ ജീവിതത്തിലെ ഏത് കാര്യങ്ങളും കർത്താവിനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ കാര്യങ്ങൾ അവൻ ജീവിതത്തിന്റെ വേദനയുടെ ഘട്ടത്തിൽ ഞാൻ പഠിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അതാണ് കർത്താവിന് വേണ്ടി ഞാൻ ഓർക്കുകയാണ്. ആമേൻ. അന്ന് വിശ്വസ്തയോടെ അല്ലെങ്കിൽ ഞാൻ ശത്രുവിന് ഇടം കൊടുക്കാതെ എന്റെ ചിന്തകളെ നിയന്ത്രിച്ചു നിർത്തിയതുകൊണ്ട് എന്റെ ചിന്തകൾ മുഴുവൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചത് കൊണ്ടാണ് ഇന്ന് എനിക്ക് കർത്താവിന്റെ കഴിയുന്നത്. അല്ലെങ്കിൽ ചെയ്യുന്നതായ ഒരു വ്യക്തി നമുക്ക് കാണില്ലായിരുന്നു. കാരണം ഒരുപാട് നിരാശയിച്ചു കടന്നുകൂടിയ ഒരു സമയത്ത് എന്റെ വെള്ളം നഷ്ടപ്പെട്ടതായ ഒരു സമയത്ത് അമ്മേനും വേദനയോട് കടന്നുപോയപ്പോൾ നിരാശയൊന്നിനു പറഞ്ഞു അടിച്ചു നോക്കി വന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നുള്ള ഒരു 100 ചോദ്യങ്ങൾ ക്രിസ്ത്യൻസിന്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ എന്റെ ജീവിതത്തിൽ ചിന്തകളെല്ലാം നിയന്ത്രിക്കാനായിട്ട് ശക്തനാക്കുന്നതിന്റെ ഭാവിന്റെ കരങ്ങളില് എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തതുകൊണ്ട് ഇന്നും യേശുവിന് വേണ്ടി ധീരതയോടെ നിൽക്കുവാൻ കർത്താവിനെ സഹായിക്കുന്നതിനാൽ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തെ വാഴ്ത്തുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അടുത്തതായിട്ട് ഞാൻ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ശൗലിന്റെ ജീവിതത്തെ കുറിച്ചാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 27-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. 1 ശമൂവേലിന്റെ പുസ്തകം 27-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. അനന്തരം ദാവീദ്, ഞാൻ ഒരു ദിവസം ശൗലിന്റെ കയ്യാൽ നശിക്കുകയുള്ളൂ, ഫെലിസ്ത്യരുടെ ദേശത്തിലേക്ക് ഓടിപ്പോവുകയല്ലാതെ എനിക്ക് വേറെ നിവർത്തിയില്ല. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും ദാവീദിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ദാവീദ് കർത്താവിന് വേണ്ടി വളരെയധികം പ്രയോജനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ജീവിതത്തിലെ ചില പ്രത്യേകമായ സാഹചര്യങ്ങളുടെ മുമ്പില്, ചില പ്രതിസന്ധികളുടെ മധ്യത്തില് ദാവീദ് ഇപ്രകാരം ചിന്തിക്കുകയാണ്, എനിക്കിനി മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയുകയില്ല. ഞാൻ ഒരു ദിവസം ഈ ശൗലിന്റെ കയ്യാലാമേ നശിക്കുകയുള്ളൂ. എനിക്ക് ഫെലിസ്ത്യരുടെ ദേശത്തേക്ക് ഓടിപ്പോകുകയല്ലാതെ വേറൊരു നിവൃത്തിയുമില്ല എന്ന് ദാവീദ് തന്റെ ജീവിതത്തിൽ ചിന്തിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദാവീദ് യേശുവിന് വേണ്ടി വളരെയധികം പ്രയോജനപ്പെട്ട കർത്താവിന്റെ അഭിഷേകമായ ഒരു വ്യക്തി. താനൊരു തെറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു രാജ്യദ്രോഹി ആയിരുന്നിട്ടോ അല്ലെങ്കിൽ താന് അരുതാത്ത രീതികളിലൊക്കെ നടന്ന ഒരു വ്യക്തിയായിട്ട് ഒന്നുമല്ല ദാവീദിനെ ചിന്തിച്ചത്. അതിന്റെ പിറകോട്ടുള്ള ചാപ്റ്ററുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഈ സംഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് ശൗല് രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെടുന്നു. എന്നാൽ ശൗലിന്റെ ജീവിതത്തില് അമാലേക്കുമായിട്ടുള്ള ബന്ധത്തില് ശൗല് ചെയ്തതായ ചില തെറ്റുകള് അല്ലെങ്കിൽ കർത്താവ് തന്നോട് കൽപ്പിച്ചതുപോലെ ചെയ്യാതെ ദൈവത്തിൻ്റെതായ അരുളപ്പാട് അതുപോലെ പാലിക്കാതെ തന്റെ ജീവിതത്തിൽ തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചില കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് ശൗലിന്റെ ജീവിതത്തിൽ ഒരു പരാജയം അല്ലെങ്കിൽ ശൗലിന്റെ മേലുള്ള അഭിഷേകം നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ ശൗലിന്റെ മേലുള്ള അഭിഷേകം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്യുന്നു. ശമൂവേൽ മുഖാന്തരം ദാവീദിന്റെ മേൽ കർത്താവിന്റെ അഭിഷേകം വരുന്നതും ശൗലിന്റെ മേൽ ദുരാത്മാവ് വരുന്നതും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതായത് ശൗല് രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നു. എന്നാൽ അമാലേക്കിറ്റുമായിട്ടുള്ള ബന്ധത്തില് തനിക്കിതിന്റെ അഭിഷേകം നഷ്ടപ്പെടുന്നു. അതിനുശേഷം ശമൂവേലിനാല് ദാവീദ് അഭിഷേകം ചെയ്യപ്പെടുന്നു. വീണ്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇങ്ങനെ മുമ്പോട്ട് വന്നു കഴിയുമ്പോൾ ശൗലിന് ഈ ദാവീദിനോട് ഒരു വിരോധം തോന്നുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു ഫെലിസ്ത്യ മലനെ വധിക്കുന്നു ദാവീദ്. അതിനുശേഷം സ്ത്രീകളൊക്കെയും അതിന്റെ തൊട്ടുപുറകിലുള്ള ചാപ്റ്റേഴ്സ് 15, 16, 17, 18 ഈ ചാപ്റ്ററുകളൊക്കെ നമ്മൾ മനസ്സിലാക്കുവാണെങ്കിൽ വായിക്കുവാണെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. തന്റെ രാജസ്ഥാനം ശൗലിന് നഷ്ടപ്പെടുന്നതും ദാവീദിന് ശമൂവേൽ അഭിഷേകം ചെയ്തതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിന്റെ പുറകോട്ടുള്ള ചാപ്റ്ററുകളിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ സ്ത്രീകൾ ഇപ്രകാരം പാടുകയാണ്. ഫെലിസ്ത്യ മലനെ വധിച്ചിട്ട് വരുമ്പോൾ സ്ത്രീകൾ ഇപ്രകാരം പാടുകയാണ്, ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. അപ്പോഴത്തേനും ഈ ശൗലിന് വീണ്ടും ദാവീദിനോട് വളരെ വിരോധം തന്നെ മനസ്സിൽ. അന്ന് മുതൽ ഈ തിരുവചനം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈ ശൗലിന് ദാവീദിനോട് കണ്ണുകടി തോന്നി എന്നാണ് അവിടെ എഴുതിയേക്കുന്നത്. ശൗൽ 1000 പേരെ കൊന്നു, ദാവീദോ 10,000 പേരെ കൊന്നു എന്നുള്ള ആ വാക്യം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. കാരണം ദൈവമക്കളായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ വാക്യം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇവിടെ ദാവീദ് ഫെലിസ്ത്യനെ
1 ശമൂവേലിന്റെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 6 മുതലുള്ള വാക്യങ്ങളാണ്. ദാവീദ് ഫെലിസ്തീനെ സംഹരിച്ച ശേഷം അവൻ മടങ്ങി വരുമ്പോൾ ഇസ്രായേലിലെ പട്ടണങ്ങളിൽ നിന്നൊക്കെയും സ്ത്രീകൾ പാടിയും നൃത്തം ചെയ്തുകൊണ്ട് തപ്പും തമ്പുരുവുമായി സന്തോഷത്തോടെ ശൗൽ രാജാവിനെ എതിരേറ്റു വന്നു. സ്ത്രീകൾ വാദ്യഘോഷത്തോടെ ഗാനപ്രതിഗാനമായി ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്ന് പാടി. അപ്പോൾ ശൗൽ ഏറ്റവും കോപിച്ചു. അന്ന് മുതൽ ശൗലിന് ദാവീദിനോട് കണ്ണുകടി തുടങ്ങി. ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ കണ്ണുകടി ഇങ്ങനെയൊക്കെ പറയുന്നതായ കാര്യങ്ങൾ എത്രത്തോളം ഇതൊക്കെ ആപ്ലിക്കബിൾ ആണ് നമ്മുടെ ഒരു ക്രിസ്ത്യൻ ലൈഫിൽ. ഇതൊക്കെ റിയൽ ആണോ കർത്താവേ? ഇതൊക്കെ എങ്ങനെയാണ് ഇതിന്റെയൊക്കെ കാര്യങ്ങൾ? പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ണുകടി, അസൂയ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇതൊക്കെ എന്താണ് കർത്താവ്? ഇതൊക്കെ എത്രത്തോളം ആപ്ലിക്കബിൾ ആണ്? പക്ഷെ ഈ ശൗലിന്റെ, ഈ ദാവീദിന്റെ ഈ ഒരു വേദഭാഗം ഞാൻ വളരെയധികം മനസ്സിരുത്തി വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, യെസ്, ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ. ഇതെല്ലാം ആപ്ലിക്കബിൾ ആണ്. കാരണം ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു എന്നങ്ങോട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് കർത്താവിന്റെ അഭിഷിക്തനോടുള്ള ഒരു അസൂയ, കർത്താവിന്റെ അഭിഷിക്തനോടൊരു കണ്ണുകടി ഉണ്ടായതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ശൗലിന് അന്ന് മുതലാണ്, ആ വാക്യം കണ്ടല്ലേ, 8-ാമത്തെ വാക്യം 9-ാമത്തെ വാക്യം, അന്ന് മുതൽ ശൗലിന് ദാവീദിനോട് കണ്ണുകടി തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദ് ഒരു ദോഷവും ചെയ്തിട്ടല്ല. ഹല്ലേലൂയ. ദാവീദ് കുറ്റകൃത്യങ്ങളോ ക്രൂരകൃത്യങ്ങളോ ഒന്നും ചെയ്തിട്ടല്ല. ശൗലിലൂടെ, ദാവീദിലൂടെ വെളിപ്പെട്ട ആ ദൈവത്തിന്റെ ശക്തി, കർത്താവിന്റെ അഭിഷേകം ദാവീദിന്റെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ, ആമേൻ, അവനിലൂടെ വെളിപ്പെട്ടതായ ആ കർത്താവിന്റെ പ്രവൃത്തികൾ കണ്ടു കഴിഞ്ഞപ്പോൾ അത് സഹിക്കാൻ വയ്യാതെ ശൗലിന് അന്ന് മുതൽ ദാവീദിനോട് കണ്ണുകടി തുടങ്ങിയെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. മഹത്വമൊക്കെയും ആമേൻ ദാവീദിലേക്ക് എത്തിച്ചേരുന്നത് കണ്ടപ്പോൾ ശൗലിന് അവിടെ പിടിച്ചു നിൽക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ അഭിഷിക്തനായിരുന്ന ദാവീദിനോട്, ആമേൻ, ഒരു കുറ്റം ചെയ്യാത്ത ദാവീദ്, ഹല്ലേലൂയ, ആമേൻ, കുറ്റങ്ങളോ ക്രൂരകൃത്യങ്ങളോ ഒന്നും ചെയ്തിട്ടല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ അതിന്റെ പുറകിലെ വാക്യങ്ങളൊക്കെയും വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. 18-ാം അധ്യായത്തിൽ അതിന്റെ ചില വാക്യങ്ങൾ വായിച്ചാൽ ശൗല് തന്നെയാണ് തന്റെ ദേശത്തെ കാര്യങ്ങളൊക്കെ നോക്കുവാനായിട്ട് ഈ ദാവീദിനെ ആക്കി വെച്ചത്. എല്ലാവർക്കും വളരെ പ്രയോജനപ്പെട്ട, വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ ദാവീദ് എന്ന് പറയുന്നത്. ശൗലിന്റെ മേൽ ദുരാത്മാവ് വരുന്ന സന്ദർഭങ്ങളിലൊക്കെ കിന്നരം വായിച്ച് ശൗലിന് അതിൽ നിന്നൊരു റിക്കവറി അല്ലെങ്കിൽ ഒരു മോചനം കൊടുക്കുവാനായിട്ട് പോലും കൊണ്ടുവന്ന വ്യക്തി എന്ന് പറയുന്നത് ഈ ദാവീദായിരുന്നു. അങ്ങനെ ശൗലിന്റെ മകൻ യോനാഥാന് തന്റെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചുവെന്നാണ് പറയുന്നത് ഈ ദാവീദിനെ. അങ്ങനെ ദാവീദ് അവിടെ ആയിരുന്നപ്പോൾ, ആമേൻ, ശൗലിന്റെ ദേശത്തെ കാര്യാദികളൊക്കെ നോക്കി നടത്തുന്ന ഈ സന്ദർഭത്തില്, ഹല്ലേലൂയ, കർത്താവിന്റെ അഭിഷേകം, ഹല്ലേലൂയ, ആമേൻ, ദാവീദിന്റെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ, ദൈവത്തിന്റെ അഭിഷേകം ശൗലിനെ വിട്ടുമാറി കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ഈ ശൗലിന് ദാവീദിനോട് ഒരു കണ്ണുകടി വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദാവീദ് വളരെ പേടിച്ചു, ഈ ശൗൽ എന്നെ ഇല്ലായ്മ ചെയ്തു കളയും. നമ്മളെ തിരുവചനം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, അനേക സന്ദർഭങ്ങൾ ശൗൽ അതിനു വേണ്ടി ഉപയോഗിച്ചു. ഈ ശൗലിന് തന്നെ ദുരാത്മാവ് തന്റെ കയ്യിൽ വരുമ്പോൾ, കിന്നരം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആമേൻ, അന്നേരം തന്നെ ബുദ്ധി തന്നെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട്, ഈ ദാവീദിനെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ശൗൽ വളരെയധികം ശ്രമിച്ചു. എന്നാൽ കർത്താവ്, ആമേൻ, ദാവീദിനെ കണ്ടിരുന്നത് കൊണ്ട്, ഹല്ലേലൂയ, ദൈവത്തിന് ദാവീദിനെ പറ്റി ഒരു പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട്, ഹല്ലേലൂയ, കർത്താവ്, ആമേൻ, ദാവീദിന്റെ ജനനത്തിന് മുമ്പ് തന്നെ, ഹല്ലേലൂയ, ദാവീദിനെ കണ്ടിരുന്നത് കൊണ്ട്, ദൈവത്തിന് ദാവീദിനോട് ചില കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ ഉണ്ടായിരുന്നത് കൊണ്ട് ശൗലിന്റെ ഒരു പദ്ധതികളും, ഹല്ലേലൂയ, അവിടെ വിജയിച്ചില്ലെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മളുടെ ജീവിതത്തിൽ ഇതുപോലെയാണ്. ആമേൻ, ചില പ്രതിസന്ധിയുടെ മധ്യത്തിൽ നമ്മളൊന്നും തെറ്റൊന്നും ചെയ്തിട്ടല്ല. അത് നമ്മളുടെ ജോലി മേഖലകളായിരിക്കാം, നമ്മുടെ ഭവനമായിരിക്കാം, നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയായിരിക്കാം, ഹല്ലേലൂയ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളുടെ ഇടയിലായിരുന്നിരിക്കാം. എവിടെയായിരുന്നാലും ചില സാഹചര്യങ്ങൾ, ആമേൻ, നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മളെ ഇല്ലായ്മ ചെയ്യുവാൻ, ഹല്ലേലൂയ, ഒരു കുറ്റവും നമ്മളില്ലാതെ, ഹല്ലേലൂയ, ഒരു തെറ്റും നമ്മൾ ചെയ്യാതെ തന്നെ, ഹല്ലേലൂയ, നമ്മളെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ആരെങ്കിലും ഒക്കെ പദ്ധതികൾ, കരുക്കള് നീക്കി കൂട്ടുമ്പോൾ, ഹല്ലേലൂയ, നമുക്ക് ഒരു പോറൽ പോലും ഏൽക്കുവാൻ കർത്താവ് ഒരിക്കലും സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. കാരണം നമ്മൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ, അവന് തങ്കച്ചോരയാൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണെങ്കിൽ, നമ്മളെ കുറിച്ച് ദൈവത്തിന് ഒരു പ്ലാനും പദ്ധതിയും ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഒരിക്കലും നമ്മൾ വീണു പോകുവാനായിട്ട് ദൈവം സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. ആമേൻ. നമ്മളെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരെ, അനേക പദ്ധതികൾ, അനേക പ്ലാനുകൾ നമുക്ക് വിരോധമായി ആസൂത്രണം ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ നനച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കടന്നു പോയിട്ടില്ലാത്ത മേഖലകൾ, അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ എന്തെല്ലാം മേഖലകൾ അവർ തന്നെ പ്ലാൻ ചെയ്തത്, പദ്ധതികളും പ്ലാനുകളും ആസൂത്രണം ചെയ്ത് നമ്മളെ ഇല്ലായ്മ ചെയ്യുവാൻ, ദാവീദിനെ ഇല്ലായ്മ ചെയ്യുവാൻ ശൗൽ ശ്രമിച്ചതുപോലെ തന്നെ പദ്ധതികളും പ്ലാനുകളും ഒക്കെയും ആസൂത്രണം ചെയ്താലും, എന്തൊക്കെ ആയിരുന്നാലും, ഹല്ലേലൂയ, എത്ര കാലങ്ങളാ, എത്ര സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നഷ്ടമായിരുന്നാലും, നമ്മളെ പറ്റി ദൈവത്തിനൊരു പ്ലാനും പദ്ധതിയും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പോറല് പോലും നമുക്ക് കേൾക്കുകയില്ല. ഹല്ലേലൂയ.
നമ്മുടെ ജീവിതത്തിൽ രോഗമായും മറ്റു പ്രതിസന്ധികളായും ഒക്കെ കടന്നു വന്ന് നമ്മുടെ സമയങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് നഷ്ടമായേക്കാം. ആരുടെയെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങളുടെ ഒക്കെ മുമ്പിൽ ഹാലേലുയ നമുക്ക് ചിലപ്പോൾ നമ്മുടെ സമയങ്ങള് നമ്മുടെ ആരോഗ്യമൊക്കെ നഷ്ടമായേക്കാം. പക്ഷെ നമ്മുടെ ജീവന് നമ്മുടെ പ്രാണന് ഒരു ദോഷവും വരുവാനായിട്ട് കർത്താവ് സമ്മതിക്കുകയില്ല. ഹാലേലുയ. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, ശൗല് തന്നെ പല പ്രാവശ്യം പല രീതിയിലുള്ള പ്ലാനുകൾ ആസൂത്രണം ചെയ്ത് ഈ ദാവീദിനെ ഇല്ലായ്മ ചെയ്യണമെന്ന് താൻ വളരെയധികം ആഗ്രഹിച്ചു. ശൗലിന് തന്നെ ഒന്ന് ചിന്തിക്കാമായിരുന്നു. തനിക്ക് ഈ ദുരാത്മാവ് തന്റെ മേൽ വരുമ്പോൾ തന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നത് തന്നെ ഈ ദാവീദ് കിന്നരം വായിച്ചായിരുന്നു തനിക്ക് അതിൽ നിന്നൊരു മോചനം റിക്കവറി ഉണ്ടാകുന്നത്. എന്നാൽ അതുപോലും തന്റെ രാജ്യത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുവാൻ താൻ കണ്ടെത്തിയ ഒരു വ്യക്തിയായിരുന്നു, തന്റെ ഭൃത്യന്മാർ കണ്ടെത്തിയ ഒരു വ്യക്തിയായിരുന്നു ഈ ദാവീദ് എന്ന് പറയുന്നത്. എനിക്ക് അതൊക്കെ ഒന്ന് ചിന്തിക്കാമായിരുന്നു. എന്നാൽ അതൊന്നും ചിന്തിക്കുവാന് അല്ലെങ്കിൽ തനിക്ക് ആ ഒരു രീതിയിൽ ഒരു സ്നേഹം കാട്ടുവാൻ ഈ ദാവീദിനോട് കഴിഞ്ഞില്ല. അതിന്റെ കാരണം എന്താണ്? ഹാലേലുയ. നമ്മളിവിടെ കണ്ടതുപോലെ ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു. ഇനി എന്താണ് അവന് കിട്ടുവാനുള്ളത്? അവന് രാജ്യത്വമല്ലാതെ ഇനി എന്താണ് കിട്ടുവാനുള്ളത്? എല്ലാ മഹത്വവും അവനിലേക്ക് പോകുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെതായ നമ്മൾ ഉയർച്ചയുടെ മേഖലകളിലേക്ക് കടന്നു പോകുമ്പോൾ, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ ചില കണ്ണുകടിയുടെ അനുഭവങ്ങൾ, മറ്റുള്ള ചില കണ്ണുകടിയുടെ മേഖലകളിലൂടെ നമ്മൾ കടന്നു പോയാലും ഹാലേലുയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുവാനും ഹാലേലുയ നമുക്ക് ഒരു പൊരുൾ പോലും ഒഴിക്കാതെ ഹല്ലേലൂയ നമ്മളെ കരം പിടിച്ച് നടത്തി. കർത്താവിന് എന്താണോ ദൈവത്തിന്റെ ഉദ്ദേശം, ദൈവം എന്താണോ നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്, കർത്താവ് എന്താണോ നമ്മളെ പറ്റി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്, നമ്മുടെ ജനനത്തിന് മുമ്പ് തന്നെ, നമ്മൾ ഈ ഭൂമിയിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം നമ്മിലൂടെ ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതവൻ നമ്മിലൂടെ ചെയ്തെടുക്കുക തന്നെ ചെയ്യും. നമ്മളെ വിളിച്ചിട്ട് വഴിയിലിട്ടേച്ച് പോകുന്ന ഒരു കർത്താവല്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവൻ അവന്റെ തിരുവചനം പറയുന്നത് അങ്ങനെയാണ്. ഞാൻ ആരെ വിശ്വസിക്കുന്നു ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി അവസാനത്തോളം കാക്കുവാൻ ശക്തനും ഉറച്ചുമിരിക്കുന്നു എന്നുള്ള വചനപ്രകാരം ഹല്ലേലൂയ നമ്മളെ നടത്തുവാൻ നമ്മുടെ ദൈവശക്തനാണ്. ഈ ദാവീദിന്റെ ജീവിതത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കിയാൽ അതിന് ഇങ്ങോട്ട് പോകുമ്പോൾ എപ്രകാരമാണ് ഈ ദാവീദിന്റെ ചിന്തകൾ മാറി മറിഞ്ഞത്. ദാവീദ് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ശൗലിന്റെ കയ്യാൽ ഞാൻ നശിക്കപ്പെടുകയുള്ള ചിന്ത എന്നുള്ള ചിന്ത ദാവീദിന്റെ മനസ്സിൽ കടന്നു വരുന്നു. എന്നാൽ ആ ചിന്തയെ മാറ്റിമറിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 2 ശമൂവേലിന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം നമുക്ക് വായിക്കാം. 2 ശമൂവേലിന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. അവർ ദാവീദിനെ ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും, ഇസ്രായേലിന്റെ രാജാവായിട്ട് ദാവീദിനെ അഭിഷേകം ചെയ്യുന്ന ഒരു സന്ദർഭം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനിപ്പുറത്തോട്ട് അതിന്റെ ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ശൗലിന്റെ മക്കളും ഒക്കെ ആ ഒരു യുദ്ധത്തില് തന്റെ ജീവൻ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഹാലേലുയ. ദാവീദിനെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ച ശൗലിന് തന്റെ ജീവൻ നഷ്ടപ്പെട്ടു. ഹാലേലുയ. എന്നാൽ നമ്മൾ ആദ്യം കണ്ടത് എന്തുവാ? ദാവീദാണ് ചിന്തിച്ചത്, ഇല്ല ഞാനൊരു ദിവസം ഈ ശൗലിന്റെ കയ്യാൽ മരിക്കുകയുള്ളൂ എന്ന്. എന്നാൽ ചിന്ത എപ്രകാരമാണ് ദൈവം മാറ്റിമറിച്ചത്? ഹാലേലുയ. കർത്താവിന് ദാവീദിനെ പറ്റി ഒരു പ്ലാൻ ഉണ്ടായിരുന്നത് കൊണ്ട്, ഒരു പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് ദാവീദിന്റെ ചിന്ത എപ്രകാരമാണ് മാറി മറിഞ്ഞത് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ദാവീദ് വിചാരിച്ചു, ഞാൻ ശൗലിന്റെ കയ്യാൽ മരണപ്പെടും, അല്ലെ എന്റെ ജീവൻ ശൗലിന്റെ കയ്യാൽ എടുക്കപ്പെടും, എനിക്ക് ഇത്രയുള്ള ആയുസ്, എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല, ഞാൻ ഫെലിസ്ത്യ ദേശത്തേക്ക് ഓടിപ്പോവുകയല്ലാതെ വേറെ നിവൃത്തിയില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്നു. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും, ദൈവത്തിന്റെ കൃപയാൽ ആ ഒരു ശൗലും ദാവീദിനെതിരെ നിന്നതായ ശൗലിന്റെ മക്കളും പടനായകന്മാരും എല്ലാം നശിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. തന്റെ മക്കളും യോനാഥാൻ ഉൾപ്പെടെ എല്ലാവർക്കും തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. ഇതാണ് ദൈവമക്കളെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എനിക്ക് പറയുവാനുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചിന്തകളിൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഓർക്കും, ഇല്ല ഈ ഒരു സന്ദർഭത്തിൽ ഐ കാൻ ഗോ ഹെഡ്, ഐ കാൻ ഗോ ഫോർവേഡ്, എനിക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയുകയില്ല, ഇല്ല ഇതിവിടെ കൊണ്ട് അവസാനിക്കും, ഞാനിനി വേറെ ഏതെങ്കിലും രീതിയിൽ ഇതിനൊരു വഴി കണ്ടുപിടിക്കുകയല്ലാതെ എനിക്കൊക്കത്തില്ല, ഇനി എന്നെ കൊണ്ട് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയില്ല എന്ന് നമ്മൾ ചിന്തിക്കും. ചിലപ്പോൾ മാനുഷിക ബുദ്ധിയിൽ നമ്മൾ ചില ചിന്തകൾ നമ്മളെ മനസ്സിനെ കീഴടക്കും. അവിടെയാണ് പിശാച് മുതലെടുക്കുന്നത്. ഇങ്ങനെയുള്ള ചിന്തകൾ, ഇല്ല മുമ്പോട്ട് പോകുകയില്ല എന്നുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ കടന്നു വരുമ്പോൾ നമ്മൾ പിശാച് നമ്മുടെ ജീവിതത്തിലെ ചിന്തകളെ മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും, ദാവീദിന്റെ ജീവിതത്തിലെ ചിന്ത കയറി വന്നപ്പോഴേക്ക് ദാവീദിന് നിൽക്കാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. ദാവീദ് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ ഫെലിസ്ത്യരുടെ ദേശത്തേക്ക് ഓടിപ്പോകാം, കാരണം ഈ ശൗലിനെ
ശൗലിനെ ഇല്ലായ്മ ചെയ്യുമെന്നുള്ള ചിന്ത വളരെ ഹാർഡായിട്ട് എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വരികയാണ്. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ഒടുവിൽ ചിന്തകളെ മാറ്റിമറിച്ച ദൈവം ദാവീദിന് വിരോധമായി നിന്ന ശൗലിന്റെ കൂടെയുള്ളവരും മക്കളും പടനായകന്മാരും എല്ലാം ആ യുദ്ധത്തിൽ നഷ്ടപ്പെട്ട ഒടുവിൽ ദാവീദ് ആമേൻ രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്റെ ജീവിതം തകർന്നു, ഇല്ലായ്മയായി, ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് ചിന്തിച്ച ദാവീദിനെ ഒരു രാജാവായിട്ട് അഭിഷേകം ചെയ്ത ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദിന്റെ ചിന്തകളെ മാറ്റിമറിച്ചതായ കർത്താവ്. ഹല്ലേലൂയ. ആമേൻ. എന്നിലൂടെ ദൈവജനം കേൾക്കുന്നതായ ആരെങ്കിലും ആമേൻ ജീവിതത്തിന്റെ ഏതെങ്കിലും പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഹല്ലേലൂയ തെറ്റുകളൊന്നും ചെയ്യാതെ, കുറ്റങ്ങളൊന്നും ചെയ്യാതെ, ഹല്ലേലൂയ, ഇല്ല ഇറ്റ് ഈസ് ദി എൻഡ് ഓഫ് മൈ ലൈഫ്, അല്ലെങ്കിൽ ഇത് എന്റെ ജീവിതത്തിന്റെ എന്നോട് അവസാനമാണെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല, പിടിച്ചു നിൽക്കുവാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ദാവീദിന്റെ ചിന്തകളെ മാറ്റിമറിച്ച് രാജാവായിട്ട് അഭിഷേകം ചെയ്ത കർത്താവിന്റെ ശക്തി ഹല്ലേലൂയ ഇന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശക്തമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വിളിച്ചിട്ട് വഴിയിലിട്ട് വെച്ച് പോകുന്ന ഒരു കർത്താവല്ല. ജീവിതത്തിന്റെ പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി ഈ ദാവീദിനെ കടന്നുപോയതായ ഈ പ്രതിസന്ധികൾ അനേക തവണ ഒന്നിനു പുറകെ ഒന്നായി ശൗൽ ദാവീദിനെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ശ്രമിച്ചു. ആ ഘട്ടങ്ങളിലെല്ലാം ദൈവത്തിന്റെ കരം കൂടെ ഇരുന്ന് ദാവീദിനെ അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഉള്ള പ്രശ്നങ്ങളൊക്കെയും വന്നപ്പോൾ ആമേൻ ഇല്ലായ്മ ചെയ്യുവാൻ അനവധി നമ്മൾ ശ്രമിച്ചപ്പോഴും, ഹല്ലേലൂയ, ഒന്നുകൊണ്ട് കുത്തുവാൻ അനേകം നമ്മൾ ശ്രമിച്ചപ്പോഴും, തന്റെ പ്രാണന് ഹാനി വരുവാൻ അനേകം നമ്മൾ സാധ്യതയുണ്ടായിരുന്നിട്ടും, ഹല്ലേലൂയ, അവിടെയൊക്കെ കർത്താവിന്റെ പ്രൊട്ടക്ഷൻ കവചത്തിനുള്ളിൽ ഹല്ലേലൂയ ദൈവം തമ്പുരാൻ മറച്ച, ഹല്ലേലൂയ, ഒരു പോറൽ പോലും ഏൽക്കാതെ, തനിക്ക് യാതൊരു രീതിയിലുള്ള കേടുപാടുകളും സംഭവിക്കാതെ, ഹല്ലേലൂയ, ഈ ദാവീദിനെ പുറത്തു കൊണ്ടുവരുവാനായിട്ട് ദൈവം ശ്രമിച്ചതാ. ദൈവത്തിന്റെ കരം അവിടെ വെളിപ്പെട്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവമക്കളെ, ആരെങ്കിലും ഏതെങ്കിലും വേദനയുടെ സാഹചര്യത്തിൽ, ഏതെങ്കിലും ജോലി മേഖലകളിലായിരിക്കാം, അല്ലെ മറ്റേതെങ്കിലും മേഖലകളിലായിരിക്കാം, ഏതെങ്കിലും പ്രശ്നങ്ങളുടെ മുമ്പിൽ നിങ്ങൾ നീറുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഒരല്പസമയം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദാവീദിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുക. ഹല്ലേലൂയ. ശൗലിന്റെ കയ്യാൽ ദാവീദ് നശിക്കുമെന്ന് ജീവിതത്തിൽ ചിന്തിച്ചപ്പോൾ, ഹല്ലേലൂയ, തന്റെ ജീവിതം തകർന്നു, തനിക്ക് ഇനി മറ്റു ദേശത്തേക്ക് ഓടിപ്പോവുകയല്ലാതെ നിൽക്കാൻ കഴിയുകയില്ല എന്ന് ദാവീദ് ചിന്തിച്ചപ്പോൾ, ഹല്ലേലൂയ, ആമേൻ, തനിക്ക് വേണ്ടി ആരാണോ പ്ലാൻ ചെയ്തത്, തനിക്കെതിരായി തന്റെ പ്രാണന് വിരോധമായി ആരാണോ നിന്നത്, ആ വ്യക്തിയും കുടുംബവും ഇല്ലാതായി തീർന്നു. ഹല്ലേലൂയ. എന്നാൽ ദാവീദിനെ ഉയർത്തിയ ഒരു ദൈവം, ആമേൻ, ദാവീദിനെ മാനിച്ച ഒരു ദൈവം, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിലും എന്റെയും ജീവിതത്തിലും, ഹല്ലേലൂയ, ആ പ്രതിസന്ധികളെ എല്ലാം മാറ്റി കർത്താവിന്റെ വിരിക്കപ്പെട്ട ചെറുകടിയിൽ മറിച്ച്, ഹല്ലേലൂയ, തന്റെ കർത്താവ്, ഹല്ലേലൂയ, ആ സംരക്ഷിക്കുന്ന കവചത്തിനുള്ളിൽ നമ്മളെ മറിച്ച്, ഹല്ലേലൂയ, നമ്മളെ പുറത്തു കൊണ്ടുവരുവാനായിട്ടും ശക്തനാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അടുത്തതായിട്ട് ഞാൻ ഇനി നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോസ്തലനായ പൗലോസിനെ പറ്റിയാണ്. ഹല്ലേലൂയ. പൗലോസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കർത്താവിന് വേണ്ടി വളരെയധികം പ്രയോജനപ്പെട്ടതായ ഒരു വ്യക്തി. ആമേൻ. ദൈവത്തിന് വേണ്ടി മിഷണറി ജേർണികളൊക്കെ കർത്താവ് തന്റെ മിനിസ്ട്രിയിൽ ആമേൻ മിഷണറി ജേർണികളൊക്കെ നടത്തിയതായ ഒരു വ്യക്തി. ഹല്ലേലൂയ. വളരെ ക്രിസ്തുവിന് വേണ്ടി പ്രയോജനപ്പെട്ടതായ ഒരു വ്യക്തിയാണ് ഈ പൗലോസിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം. അപ്പോസ്തല പ്രവൃത്തി 27 അധ്യായം അതിന്റെ 20 വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 27 അധ്യായം അതിന്റെ 20 വാക്യം. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചും കൊണ്ടിരിക്കയാൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഈ വചനത്തില് നമുക്ക് കാണുവാനായിട്ട് കഴിയും, വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചും കൊണ്ടിരിക്കാതെ ഞങ്ങളെ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ അവർക്ക് നശിച്ചു പോയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടും കോണ്ടെക്സ്റ്റും എല്ലാം നമ്മൾ അനേക പാസ്റ്റേഴ്സും പ്രസംഗിക്കുന്നവരൊക്കെയും ഈ ഒരു ദൈവദിനത്തെ ആസ്പദമാക്കി സംസാരിച്ചിട്ടുള്ളതാണ്. ഹല്ലേലൂയ. നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും, അവരുടെ യാത്രയിൽ അവർ കപ്പൽ കയറി ഇതിലേക്ക് പോകുന്നത് ആ ഒരു യാത്രയിൽ, ഹല്ലേലൂയ, ഇതിന്റെ ആരംഭം മുതൽ നോക്കുകയാണെങ്കിൽ പ്രതികൂലത്തിന്റെ കാറ്റ് അവരുടെ ജീവിതത്തിൽ വീശുന്നു. ഹല്ലേലൂയ. ജീവിതയാത്രയിൽ, ഹല്ലേലൂയ, അടുത്തത് സമ്മതിക്കാത്ത കാറ്റ്. ഹല്ലേലൂയ. അതുകൊണ്ട് കപ്പലോട്ടം വളരെ വൈഷമ്യമേറിയതായിട്ട് അവർക്ക് തോന്നുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വീണ്ടും ഈശാനമൂലം നിന്ന് കൊടുങ്കാറ്റ് അടിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഒന്നിനു പുറകെ ഒന്നൊന്നായുള്ള പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ശ്രദ്ധ ഹല്ലേലൂയ, ജീവിതത്തിൽ യേശു കർത്താവിനോട് ഒന്നിച്ചുള്ള യാത്ര തുടങ്ങിയതിനു ശേഷം, ഹല്ലേലൂയ, ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് ജീവിതത്തിന്റെ കഷ്ടതകള്, ഭാരങ്ങള്, പ്രയാസങ്ങള്, അത് രോഗമായിട്ടായിരിക്കാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിട്ടായിരിക്കാം, എന്തെങ്കിലും രീതിയിലായിരിക്കാം നമ്മളുടെ ജീവിതത്തിൽ ഒരു ദൈവത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശാനമൂലനാകുന്ന കൊടുങ്കാറ്റുകൾ, ഹല്ലേലൂയ, ആമേൻ, സമ്മതി
അനുവദിക്കാത്ത കാറ്റുകൾ, പ്രതികൂലത്തിന്റെ കാറ്റുകളോ, ഹല്ലേലൂയ, വൈഷമ്യ മേടുകളോ ഒന്നിനു പുറകെ ഒന്നൊന്നായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, മുമ്പോട്ട് പോകുവാൻ കഴിയില്ല എന്ന് ഈ പൗലോസിനെ പോലെ നമ്മൾ ചിന്തിക്കുമ്പോൾ, സൂര്യനെയും നക്ഷത്രങ്ങളെയും ഒക്കെ കാണാത്ത അവസ്ഥ, കൂരിരുട്ടിന്റെ അവസ്ഥ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തെ ആസ്പദമാക്കി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, യാതൊന്നും മുമ്പിൽ കാണാതെ ആമേൻ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ യാതൊരു സൊല്യൂഷൻസും ഹല്ലേലൂയ അതിനെ യാതൊരു എങ്ങനെ പരിഹരിക്കാമെന്നുള്ള ഒരു മാർഗങ്ങളും നമ്മുടെ മുമ്പിൽ ഇല്ലാതെ വരുമ്പോൾ, സ്നേഹിതരൊക്കെയും മാറുമ്പോൾ, ഹല്ലേലൂയ, ഉറ്റവരൊക്കെയും കൈവിടുമ്പോൾ, ഹല്ലേലൂയ, ബന്ധുമിത്രാദികളൊക്കെയും അകന്നു മാറി നിൽക്കുമ്പോൾ, ജീവിതത്തിലെ ചില സാഹചര്യങ്ങളിൽ നെക്സ്റ്റ് സ്റ്റെപ്പ്, അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുന്നതായ സാഹചര്യങ്ങൾ, ഹല്ലേലൂയ, പ്രതികൂലത്തിന്റെ കാറ്റുകൾ ആമേൻ ഒന്നിനു പുറകെ ഒന്നൊന്നായി ജീവിതത്തിന്റെ മേടുകളിൽ കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, ജീവിതത്തിന്റെ യാത്രയിൽ ഇങ്ങനെ കടന്നു വന്ന് നമ്മുടെ കപ്പലിൽ ജീവിത നൗക ഇങ്ങനെ ആടി വിടുന്ന സന്ദർഭത്തിൽ ഹല്ലേലൂയ, എങ്ങനെ മുമ്പോട്ട് പോകും? ഇല്ല, എനിക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയില്ല, രക്ഷപ്പെടുമെന്നുള്ള ആശ അവിടെ നഷ്ടപ്പെടുകയാണ്. ആ ഒരു ചിന്ത നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഹല്ലേലൂയ, എനിക്കിനി രക്ഷപ്പെടുവാൻ കഴിയില്ല, എനിക്കിനി മുമ്പോട്ട് പോകുവാൻ കഴിയില്ല, ഐ കാൺ ഗോ ഹെഡ് അല്ലെങ്കിൽ ഐ കാൺ ഗോ ഫോർവേഡ് എന്നുള്ള ചിന്ത, എനിക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയില്ല എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്തും. ഈ പൗലോസ് വിദ്യാസമ്പന്നനായിരുന്നു, കർത്താവിന് വേണ്ടി വളരെയധികം പ്രയോജനപ്പെട്ട വ്യക്തി, ഒരു സമയത്ത് സഭയ്ക്ക് വിരോധമായി നിന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ കർത്താവിന് വേണ്ടി വളരെയധികം പ്രയോജനപ്പെട്ടതായ വ്യക്തിയും കൂടിയായിരുന്നു ഈ പൗലോസ്. അല്ലാതെ കർത്താവിന്റെ അഭിഷേകം ഇല്ലാത്ത ഒരു വ്യക്തി ആയിരുന്നില്ല. അതാണ് ദൈവമക്കളെ, നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ മേൽ കർത്താവിന്റെ അഭിഷേകമൊക്കെ ഉണ്ടെങ്കിലും ഹല്ലേലൂയ, ആമേൻ, ജീവിതത്തിലെ ചില പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഹല്ലേലൂയ, ചില പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ അറിയാതെ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന ഒരു ചിന്തയാണ്, ഇല്ല രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും മറ്റുപോകും, ഇല്ല എനിക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ ചില വിഷയങ്ങൾക്ക് വേണ്ടി നാളുകളായി പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലാതെ വരുമ്പോൾ, ഇല്ല എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല, ഇതിന് മറുപടിയില്ല എന്ന് നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകും. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും, അന്ന് രാത്രി തന്നെ അങ്ങനെയുള്ള ചിന്ത മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ തന്നെ ആമേൻ ദൈവത്തിന്റെ ആത്മാവ് അവിടെ ഇടപെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, കപ്പലിനല്ലാതെ നിങ്ങളുടെ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതനെ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ വന്ന്, പൗലോസേ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നുവെന്ന് ദൈവത്തിന്റെ ശബ്ദം കേൾപ്പിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇത് തന്നെയാണ് ദൈവമക്കളെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ, പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ ഒന്നിനു പുറകെ ഒന്നൊന്നും കടന്നു പോകുമ്പോൾ, ആമേ, മുമ്പോട്ട് പോകുവാൻ കഴിയുകയില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, എവിടെയെങ്കിലും ഒക്കെ നമുക്ക് കർത്താവിന്റെ ഇമ്പമേറിയ ശബ്ദം കേൾക്കുവാനായിട്ട് കഴിയും. ഇല്ല, മുമ്പോട്ട് പോകുക, ഹല്ലേലൂയ, ഈ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ ഞാൻ നിങ്ങളെ സഹായിക്കുമെന്നുള്ള ഇമ്പമേറിയ ശബ്ദം നമുക്ക് കർത്താവിൽ നിന്ന് കേൾക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ, പൗലോസേ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ, നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അവൻ വഴിയിലിട്ടേച്ചു പോകുന്ന ദൈവമല്ല. എവിടെ കൊണ്ടുവന്ന് എത്തിക്കണമെന്ന് നമ്മളെ കുറിച്ച് കർത്താവ് പ്രീ പ്ലാൻ ചെയ്തിരിക്കുന്നുവോ അവിടെ തന്നെ കർത്താവ് നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവന്ന് എത്തിക്കും. ഹല്ലേലൂയ, എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും, പ്രാണൻ നഷ്ടപ്പെടുമെന്ന് നമ്മൾ ചിന്തിച്ചാലും, ഹല്ലേലൂയ, നോ, അങ്ങനെ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ഹല്ലേലൂയ, കർത്താവ് ആദ്യം മുതൽ അതിനെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ, ഒരു ദോഷവും തട്ടാതെ വേണം, യഹോവ ഒരു ദോഷവും തട്ടാതെ വേണം നിന്നെ പരിപാലിക്കുമെന്നുള്ള വചനപ്രകാരം സമയം മുമ്പോട്ട് കടന്നു പോകുന്നതിനാൽ ഞാൻ ചുരുക്കിയാണ് ആ ഒരു ഭാഗം. ആമേൻ, യഹോവ ഒരു ദോഷവും തട്ടാതെ വേണം നിന്നെ പരിപാലിക്കുമെന്നുള്ള വചനപ്രകാരം നമ്മൾ എത്തിച്ചേരേണ്ടിടത്ത് ഹല്ലേലൂയ, ആരുടെയും പ്രാണന് ജീവഹാനി വരികയെന്ന് പറഞ്ഞതുപോലെ നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മുമ്പോട്ടുള്ള വചനങ്ങൾ വായിച്ചാൽ തന്റെ കൂടെ ഉണ്ടായിരുന്ന മുഴുവൻ പേരെയും പൗലോസിന് കൊടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് മാത്രമല്ല, പൗലോസ് ആമേൻ മെലീത്ത എന്ന് പറയുന്ന ദ്വീപിൽ എത്തിച്ചേരുന്നതും, പുബ്ലിയോസ് എന്ന് പറയുന്ന ദ്വീപ് പ്രമാണിയാൽ മാനിക്കപ്പെടുന്നതും, ഹല്ലേലൂയ, പുബ്ലിയോസിന്റെ പിതാവിന് സൗഖ്യം വരുന്നതും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും നടക്കുന്നതും, ആമേൻ, പൗലോസിന്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചെടുത്ത, ഹല്ലേലൂയ, തന്നെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് എത്തിക്കുകയും പൗലോസ് മാനിക്കപ്പെടുകയും ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പൗലോസിന്റെ ചിന്തയെ മാറ്റിമറിച്ച ദൈവം. ഹല്ലേലൂയ, മക്കളെ, എന്നെ കേൾക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തില് ഹല്ലേലൂയ, ജീവിതത്തിന്റെ പ്രതികൂല കാറ്റുകൾ ഒന്നിനു ആമേൻ ഭാരമാകാം, പ്രയാസമാകാം, ഒന്നിനു പുറകെ ഒന്നൊന്നായി കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് ആശ അറ്റുപോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുകയാണ്. ഹല്ലേലൂയ, എവിടെ കൊണ്ടുവന്നെത്തിക്കാമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു അവിടെ തന്നെ ദൈവം നമ്മളെ കൊണ്ടുവന്നെത്തിക്കും. ഹല്ലേലൂയ, ഇനി അവസാനമായിട്ട് ഞാൻ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തി ഉൽപ്പത്തി പുസ്തകം 48 അധ്യായം അതിന്റെ 11 വാക്യം. ഉൽപ്പത്തി 48 അധ്യായം അതിന്റെ 11 വാക്യം.
ഇസ്രായേൽ യോസഫിനോട് നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നാൽ ദൈവം നിന്റെ സന്തതിയെയും കാണുവാൻ എനിക്ക് സംഗതി വരുത്തിയല്ലോ എന്ന് പറഞ്ഞു. സമയം കടന്നുപോയി. അതുകൊണ്ട് വളരെ ഷോർട്ടായിട്ട് ഞാൻ പറയുകയാണ്. ഇസ്രായേലിന്റെ ജീവിതത്തില് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ താൻ ചിന്തിച്ചു, എനിക്കിനി യോസഫിനെ കാണുവാൻ കഴിയുകയില്ല. നമുക്ക് ആ കഥകളൊക്കെ അറിയാം. എല്ലാവർക്കും വളരെ സുപരിചിതമായ വേദഭാഗമാണ്. ആമേൻ. യോസഫിന് വളരെ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വന്നതുകൊണ്ട് ഇസ്രായേൽ പ്രകാരം ചിന്തിച്ചു, എനിക്കിനി യോസഫിനെ കാണുവാൻ കഴിയില്ല. ഹല്ലേലൂയ. ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്റെ മകനെ എനിക്കൊന്ന് കാണുവാൻ കഴിയില്ല എന്ന് ചിന്തിച്ചു. ഹല്ലേലൂയ. നഷ്ടപ്പെട്ട തലമുറയെ ഓർത്ത് കരയുന്ന ഹല്ലേലൂയ ഏതൊക്കെയോ മാതാപിതാക്കളുണ്ട്. ഹല്ലേലൂയ എന്ന് പറഞ്ഞതുപോലെ ആ നഷ്ടപ്പെട്ട തലമുറ, ഹല്ലേലൂയ എന്റെ തലമുറ നഷ്ടപ്പെട്ടോ എന്നുള്ള ചിന്ത ഇസ്രായേലിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. എന്നാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും, തലമുറയെ മാത്രമല്ല അവരുടെ മക്കളെയും കാണുവാനായിട്ട് ദൈവം ഇസ്രായേലിന് ഭാഗ്യം കൊടുത്തു, യാക്കോബിന് ഭാഗ്യം കൊടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. നമ്മളുടെ ജീവിതത്തിലും ഇതുപോലെയാണ്. ഏതെങ്കിലും പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഏതെങ്കിലും പ്രതികൂലത്തിന്റെ മധ്യത്തില് എല്ലാം നഷ്ടപ്പെട്ടു, ഇനി എനിക്കതിനെ കാണുവാൻ കഴിയില്ല, അതിന്റെ മറുപടിയില്ല. അനേക നാളുകളിൽ പ്രാർത്ഥിക്കുന്ന വിഷയമാകാം. ആമേൻ. ചിലപ്പോൾ തലമുറകളില്ലാതിരിക്കുന്നവരാകാം, ചിലപ്പോൾ ചില രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകാം, ആമേൻ. ഭവനമില്ലാത്തവരാകാം. ഹല്ലേലൂയ. ഏതെങ്കിലുമൊക്കെ വിഷയത്തിന് മുമ്പിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകാം. ഹല്ലേലൂയ. ജോലിയുടെ ട്രാൻസ്ഫറിനോടുള്ള ബന്ധത്തിലാകാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. ഏതെങ്കിലും വിഷയങ്ങളുടെ മുമ്പിൽ പ്രാർത്ഥിച്ച് ഇല്ല എനിക്കിനി മുമ്പോട്ട് പോകാൻ കഴിയില്ല, ആമേൻ, അതിന്റെ മറുപടി കാണുവാൻ കഴിയില്ല എന്ന് ചിന്തിച്ചു കൂട്ടുന്നുവെങ്കിൽ ഹല്ലേലൂയ ഇവിടെ തലമുറയെയും മക്കളെയും കാണുവാൻ ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കരുണ കാണിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്റെ ദൈവമക്കളെ എനിക്ക് പറയുവാനുള്ളത്, ആമേൻ, നിരാശപ്പെടരുത്. ചിന്തകൾ ഒരിക്കലും പിശാച് കീഴടക്കുവാൻ അവസരം കൊടുക്കരുത്. നോ മാറ്റർ വാട്ട് എവർ ഇറ്റ് മേ ബി, ഏതെല്ലാം സാഹചര്യങ്ങളായിരുന്നാലും, ഹൗ ഹാർഡ് ഇറ്റ് മേ ബി, കഠിനമായിരുന്നാലും ലളിതമായിരുന്നാലും എന്തായിരുന്നാലും ഹല്ലേലൂയ എത്ര വർഷം പഴക്കമുണ്ടെങ്കിലും എന്റെ യേശുവിന് അതൊരു വിഷയമല്ല. ആമേൻ. ഏത് പഴകിയ കേസിനെ മാറി മറിക്കുവാനായിട്ട് ഹല്ലേലൂയ എന്റെ ദൈവത്തിന് കഴിയുമെന്നുള്ളത് ഞാൻ ഇവിടെ കർത്താവ് ദൈവകൃപയിൽ ആശ്രയിച്ച് ഞാൻ ശരണപ്പെട്ട് ഞാൻ പറയുകയാണ്. ഹല്ലേലൂയ. കാരണം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും, ഈ യാക്കോബിന്റെ മകനെയും മക്കളുടെ മക്കളെയും കാണുവാനായിട്ട് ഇടയായി തീർന്നതായിട്ട്. ആമേൻ. യോസഫിന്റെ മേൽ സഹോദരന്മാര് ദോഷം വരേണ്ടതിനായി പല പ്ലാനുകളും ചെയ്തു, എന്നാൽ അത് മറ്റുള്ളവർക്ക് രക്ഷയ്ക്കാക്കി കർത്താവാക്കി തീർത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കും. ഹല്ലേലൂയ. ദൈവമക്കളെ, എന്നോട് ദൈവവചനം ശ്രവിച്ച എല്ലാവരോടും ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ആമേൻ. ഏലിയാവിന്റെ ചിന്തകളെ മാറ്റിമറിച്ച ദൈവം, ദാവീദിന്റെ ചിന്തകളെ മാറ്റിമറിച്ച ദൈവം, പൗലോസിന്റെ ചിന്തകളെ മാറ്റിമറിച്ച ദൈവം, യാക്കോബിന്റെ ചിന്തകളെ മാറ്റിമറിച്ച ദൈവം. ഹല്ലേലൂയ. നമ്മുടെ ചിന്തകളെ മാറ്റിമറിക്കുവാൻ ശക്തനാണ്. ഒരു കാര്യം മാത്രം നമ്മൾ ചിന്തിച്ചോണം, ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ പിശാച് ഒരിക്കലും മുതലെടുക്കുവാൻ അവസരം കൊടുക്കരുത്. രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. പ്രതിസന്ധികൾ ഒന്നുകിൽ ദൈവത്തോട് അടുത്ത് ചേരാം, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകാം. എപ്പോഴും സാധകാത്മകമായി പോസിറ്റീവായി ചിന്തിക്കുക, നല്ലത് മാത്രം ചിന്തിക്കുക, ദൈവം എന്നെ മുമ്പോട്ട് നടത്തുമെന്നുള്ള നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, മനസ്സിലെപ്പോഴും പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് നടക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതാണ് എനിക്ക് ദൈവമക്കളെ നമ്മൾ പറയുവാനായിട്ടുള്ളത്. ഒരിക്കലും പിശാചിനിടം കൊടുക്കരുത്. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. എന്നോട് ദൈവവചനം ശ്രവിച്ച എല്ലാവരോടുമുള്ള നന്ദി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. പ്രത്യേകിച്ച് ഫേബ ആന്റിയോടും അതുപോലെ തന്നെ എബനേസർ സിംഗപ്പൂർ ചർച്ചിലെ എല്ലാ ദൈവമക്കളോടും ഈ സുമിലുള്ള എല്ലാ ദൈവമക്കളും നമ്മൾ ആരും തന്നെ ചുരുക്കം പേർക്ക് തമ്മിലെ പരിചയം ഉണ്ടായിരിക്കുകയുള്ളൂ, അല്ലാതെ ആരും തമ്മിൽ പരിചയമില്ലെങ്കിലും ഹല്ലേലൂയ ക്രിസ്തുവിൽ നമ്മൾ എല്ലാവരും ഒന്നാണ്. ഈ വചനം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായിരിക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരോടുമുള്ള എന്റെ നന്ദിയും യേശു കർത്താവിനുള്ള സ്നേഹവും ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ആമേൻ.